കിച്ചു, നീ ഇപ്പോഴല്ലേ ഒരു വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാമദാസ് ഉണ്ടായിരുന്നു, ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ, വാഗത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്കി രാമദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനകത്ത് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പിന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത്രയും വരുമാനം കിട്ടുന്നുണ്ടല്ലോ, നീ ഒരു രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുക്കും. നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ, അതിന് കണക്ക് പറഞ്ഞല്ല. അപ്പത്തെ ഘട്ടങ്ങളിൽ പോലും ഞാനും ഇല്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. എനിക്ക് ഒരു സേവം എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണാം. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചില്ല, മിണ്ടിയില്ല, വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ ഇട്ടേക്ക്, ഈ ഉള്ളവളെ വെറുതെ ഇട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും. എന്തോന്നടേ ഇതൊക്കെ. ചില ആൾക്കാര് ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കർമ്മഫലം, അത് അനുഭവിക്കാതെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. നമ്മൾ എത്രത്തോളം അഹങ്കരിച്ചാലും, നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും, എന്താണെങ്കിലും, നമ്മൾ വാക്കുകൊണ്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലം നമുക്ക് അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. കർമ്മ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ചില ആൾക്കാര് ഈ കർമ്മഫലം കിട്ടിയാലും അഹങ്കാരം മാറ്റത്തില്ല, പിന്നെയും അഹങ്കരിച്ചുകൊണ്ടേയിരിക്കും. അത്തരക്കാരോട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനോ അവരെ തിരുത്താനോ ഒന്നും പറ്റത്തില്ല. അവരിങ്ങനെ തുടർന്നു പോയിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യം പറയാം, ഒരു വ്യക്തി കുറെ തെറ്റുകൾ ചെയ്ത് അല്ലെങ്കിൽ കുറെ കോപ്രായങ്ങൾ കാണിച്ച് പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് വയ്യാതായി, അസുഖമാണ്, അവരുടെ ആ ഒരു ഹെൽത്തിനെ മാനിക്കുന്നു, അവർക്ക് അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ എന്ന് വിചാരിച്ച് അവർ ചെയ്ത തെറ്റില്ലാതെയാകുന്നില്ല, അവർ കാണിച്ച കോപ്രായങ്ങൾ ഇല്ലാതെയാകുന്നില്ല. അതെല്ലാം എല്ലാവർക്കും ക്ഷമിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പൊ എല്ലാവരും സൈബർ ബുള്ളിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കിച്ചു എന്ന് പറയുന്ന ആ പയ്യനെയാണ്. അവൻ കുറെ തെറ്റുകളൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഉറപ്പായിട്ടും ഉണ്ടാവും. ഇപ്പം അച്ഛനും അമ്മയും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് വളർത്തി കൊണ്ടുവരുന്ന പിള്ളേര് പോലും വഴിതെറ്റി പോകുന്നു. ഞാൻ ന്യായീകരിക്കുന്നതല്ല, പക്ഷെ അച്ഛനും അമ്മയും എല്ലാവിധ സ്നേഹവും കൊടുത്ത് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന, എല്ലാ മൂല്യങ്ങളും വാല്യൂസും ഒക്കെ പകർന്നു നൽകി നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന പിള്ളേർ പോലും വഴിതെറ്റി പോകുന്നു. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നു, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ വയസ്സിൽ അമ്മ ഉപേക്ഷിച്ചു പോയി, പിന്നെ ജീവിതത്തിലേക്ക് വേറൊരു രണ്ടാനമ്മ കടന്നു വരുന്നു, അവിടെയും പ്രശ്നം, പിന്നെ മൂന്നാനമ്മ കടന്നു വരുന്നു, പിന്നെ അവിടെയും പ്രശ്നം, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നം. അതിൻ്റെ ഇടയിൽ അച്ഛൻ നഷ്ടപ്പെട്ടു പോകുന്നു, ആകപ്പാടെയുള്ള ഒരു ആശ്രയമായിട്ടുള്ള അച്ഛൻ നഷ്ടപ്പെട്ടു പോകുന്നു. അതിനുശേഷം മൊത്തത്തിൽ ഒറ്റപ്പെട്ട് ജീവിച്ചു പോയ ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും തെറ്റുകളിലേക്ക് പോകും. ആ തെറ്റുകളിലേക്ക് പോയ പ്രവൃത്തിയെ ന്യായീകരിക്കുകയല്ല, പക്ഷെ ഉറപ്പായിട്ടും തെറ്റുകളിലേക്ക് പോകും. നമ്മൾ ആ ഒരു സാഹചര്യം മനസ്സിലാക്കണമല്ലോ. ഇപ്പോ കിച്ചു എന്ന് പറയുന്ന പയ്യനെ സൈബർ ബുള്ളിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും അമ്മയല്ലേ, അമ്മയുടെ അടുത്ത് പോകരുതോ? അമ്മ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ഒരു വ്യക്തിക്ക് അമ്മ എന്നുള്ള ഇമോഷൻ ഒന്നും ഉണ്ടാവത്തില്ല. ഇത്രയും നാളും അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവനെയും കൂടി നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മകൻ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ അമ്മയെ കണ്ട ഒരു മകന് ആ അമ്മയോട് ക്ഷമിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അതിപ്പോ എന്ത് തന്നെ കാരണമാണെന്നുണ്ടെങ്കിലും ക്ഷമിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കിച്ചു എന്ന് പറയുന്ന പയ്യൻ ചോദ്യം ചെയ്തു, നാളെ ഋതപ്പൻ ചോദ്യം ചെയ്യും. കാരണം അവൻ ഇപ്പൊ ചെറിയ പ്രായമാണ്. കുറച്ചും കൂടി വലുതായി അവന് കാര്യങ്ങൾ തിരിച്ചറിവുണ്ടാകുന്ന ഒരു പ്രായമാകുമ്പോഴേക്കും അവൻ ചോദ്യം ചെയ്യില്ലേ? ഇത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ഒരു അമ്മയെ ഉറപ്പായിട്ട് ചോദ്യം ചെയ്യും. ചില ആൾക്കാര് ഭയങ്കരമായിട്ട് പറയുന്നത് കേട്ടു, രേണുവിനെ എല്ലാവരും വിറ്റ് തിന്നു, അറിയാവുന്ന ജോലി ചെയ്ത് ജീവിച്ചു. ഓക്കെ, അഭിനയം എന്ന് പറയുന്നതിനെ നമുക്കൊരു ജോലിയായിട്ട് കണക്കാക്കാം. എന്നാൽ ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് ഈ ചുണ്ട് കടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൂട്ടിയതിനെ എങ്ങനെയാണ് ഒരു ജോലിയായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്? അതിനെ എങ്ങനെയാണ് ഒരു അന്തസ്സുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സംസ്കാരമുള്ള ഒരു പരിപാടിയായിട്ട് നമുക്ക് എങ്ങനെയാണ് അതിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത്? അതിനൊരിക്കലും സാധിക്കുന്നില്ല. അത് മാത്രമല്ല, കുറച്ചൊരു ഫെയിം ആയപ്പോഴേക്കും രേണു കാണിച്ചു കൂട്ടിയതും, രേണു അഹങ്കരിച്ചതും, രേണു പറഞ്ഞതും, ചീത്ത വിളിച്ചതും എല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ ഒന്നിട വിടാതെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ആണല്ലോ. ഇന്നലെ വരെ വയ്യ, തലയ്ക്ക് മരവിപ്പാണ്, ഈ ഒരു അസുഖം വരുന്നവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, നല്ല രീതിയിൽ അറിയാം. അപ്പോ ഇത് ഓക്കെ, 3rd സ്റ്റേജ് 4th സ്റ്റേജിലാണെന്ന് പറയുന്നു. രേണുവിനെ ഉറപ്പായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ്. അങ്ങനെ ചികിത്സിച്ച് ഭേദമായിട്ടുള്ള ആൾക്കാരെയും എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടും ഇതിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും വേദനയും വിഷമങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ആ ഒരു എക്സ്പീരിയൻസ് നിന്നുകൊണ്ട് പറയാം, രേണുവിന് ചികിത്സിച്ച് ഭേദമാകാൻ പറ്റും. കുറച്ച് വേദനകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും. അത്തരം
വേദനകളിൽ നമ്മൾ ദൈവത്തെ കൂട്ടുപിടിക്കുക, അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഇരിക്കാതിരിക്കുക. വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. രേണുവായിട്ടാണ് കിച്ചുവിനെ സൈബർ ബുള്ളിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്തത്. കിച്ചു വന്നില്ല എന്നുള്ള രീതിയിൽ കിച്ചുവിനെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്തു. അപ്പോൾ ഇപ്പോഴും ആ ഒരു ദേഷ്യം ഉള്ളിലുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായത് രേണു. അങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷമാണ് കിച്ചുവിനെ ആൾക്കാർ സൈബർ ബുള്ളിങ് ചെയ്തത്. ആ പയ്യനെ വെറുതെ വിട്ടേക്ക്, അവന് വേണമെന്നുണ്ടെങ്കിൽ പോട്ടെ. അവന് പോകാൻ താല്പര്യമില്ല, അവന് ക്ഷമിക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അവൻ ക്ഷമിക്കണ്ട. അത് അയാളുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അമ്മയെ പോയി കണ്ടേ പറ്റൂ അങ്ങനെയൊക്കെ പറയാൻ ആർക്കാണ് അധികാരം? അവനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇമോഷൻ അവനില്ല, ആ ഒരു ഇമോഷൻ അവന് കിട്ടിയിട്ടില്ല. അവൻ പിന്നെ എങ്ങനെയാണ് അമ്മ എന്നുള്ളൊരു ഇമോഷൻ വെച്ച് പുലർത്തുക? ഓക്കെ, ഒരു മാനുഷിക പരിഗണന. ഇവൻ എന്ന് പറയുന്നത് ഇപ്പൊ കിച്ചു രേണുവിനെ പോയി കാണണമെന്ന് കൊതിച്ചൊന്നും ഇരിക്കുമല്ലോ രേണു. വയ്യാതായിട്ടും ഇപ്പോഴും ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്, വേദനകളൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലും കിച്ചുവിനെ കുറ്റം പറയണം, കിച്ചുവിനെ സൈബർ ബുള്ളിങ് ചെയ്യണം എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തിടുന്നു. അതിനുശേഷം ഇപ്പൊ ഈ കാണിച്ച വീഡിയോ, ആ വീഡിയോയിൽ തന്നെ ഉണ്ട് കിച്ചുവിന് പൈസ ഇട്ട് കൊടുത്തു. 10, 100, 200 രൂപ ഇട്ട് കൊടുത്തതിന്റെ കണക്കുകൾ ഇങ്ങനെ പറയുവാണ്. ഏതെങ്കിലും ഒരു അമ്മ മകന് പൈസ ഇട്ട് കൊടുത്തതിന്റെ കണക്കുകൾ ഇങ്ങനെ വിവരിക്കുവോ? ലക്ഷക്കണക്കിന് രൂപ ഇട്ട് കൊടുത്തു എന്ന് പറയുന്നത്. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ ഇട്ട് കൊടുത്തതിന്റെ തെളിവുകളൊന്നും രേണുവിന്റെ കാണിക്കാനില്ലല്ലോ. മിനിമം 1000 രൂപ, 100, 200, 300 അങ്ങനെ ഇട്ട് കൊടുത്തതിന്റെ കണക്കുകളാണ്. ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് ഒന്നും അല്ല. എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ നമുക്ക് ദൈവമായിട്ടൊരു ശിക്ഷ തരുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അസുഖം എന്നൊക്കെ പറയുന്നത് ഒരു ശിക്ഷയായിട്ടൊന്നും കണക്കാക്കണ്ട. പക്ഷെ എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചടി തന്നെയാണ് അത്. അത്തരം ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? അതിനെ പറ്റിയിട്ട് ആലോചിക്കുക, അത് ക്യൂർ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, മനസ്സിൽ സന്തോഷം ഉള്ള കാര്യങ്ങൾ ആലോചിക്കുക, മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക. ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഇന്നലെ വരെ എനിക്ക് തലയ്ക്ക് മരവിപ്പാണ്, ക്ഷീണമാണ്, വയ്യാഴികയാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത വ്യക്തി ഇന്ന് പെട്ടെന്ന് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഒരാളെ കുറ്റം പറയുന്നത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നുന്നു. രേണു ഈ ഒരു സാഹചര്യത്തിലെങ്കിലും ഇല്ലാത്ത വെറുപ്പുകൾ സമ്പാദിക്കാതെ ഇരിക്കുക. ആ പയ്യനെ അങ്ങ് വെറുതെ വിട്ടോളുക. അവൻ വരുവോ വരാതിരിക്കുകയോ, അവൻ തരുവോ തരാതിരിക്കുകയോ ചെയ്തോട്ടെ. അവന്റെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കട്ടെ. ആരും ഇല്ലാത്തൊരു പയ്യനല്ലേ. അവന്റെ അച്ഛനില്ല, അവനൊന്ന് സ്വന്തം കാര്യം നിന്നോട്ടെ. ഉറപ്പായിട്ടും അവൻ തെറ്റുകൾ ചെയ്തതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അവൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. ഇപ്പൊ തെറ്റിന്റെ വഴിയിലേക്കാണോ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ആ പയ്യൻ ജീവിച്ചു വന്ന അല്ലെങ്കിൽ വളർന്നു വന്ന സാഹചര്യങ്ങളാണ് അവനെ അങ്ങനെ ചെയ്യിപ്പിച്ചത്. അതൊരിക്കലും ന്യായീകരിക്കാനുള്ള കാരണമല്ല. പക്ഷെ അവന് രേണുവിനോട് ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ക്ഷമിക്കും. രേണുവിനെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ വരും. അതിനെ ആരും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ ആരും സൈബർ ബുള്ളിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മകൻ എന്നുള്ള രീതിയിൽ അവൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെയാണ് ഞാൻ കണ്ടത്, അമ്മയിൽ നിന്ന് ഞാൻ കണ്ടത് ഇതൊക്കെയാണ്. അവനെ നാണം കെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കണ്ടത്. നാളെ ഋതപ്പൻ ഈ രീതിയിൽ ചോദ്യം ചെയ്യാനുള്ള ഇട വരുത്താതെ ഇരിക്കുക. ഇനി രേണു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഇനിയെങ്കിലും അഹങ്കാരം മാറ്റിവെക്കുക. നാളെ ഋതപ്പന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകാതെ ഇരിക്കാൻ സൂക്ഷിക്കുക. അറിയാവുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിലൊന്നും ഒരു കുഴപ്പവും. പക്ഷേ തൊഴിലെന്ന് പറഞ്ഞ് ചെയ്യുന്നത്, അതായത് സ്വന്തം മകനെങ്കിലും, വേറെ ആർക്കും വേണ്ട, സ്വന്തം മകനെങ്കിലും നാണക്കേട് ഉണ്ടാക്കാത്ത രീതിയിലുള്ള തൊഴിലുകൾ ചെയ്യുക.